ഇന്ന് കുറേ ആളുകൾ അവരുടെ മക്കളെ കൊണ്ട് പറയുന്നത് മക്കൾ തലവേദനയാണെന്ന്. ഇപ്പോൾ പ്രായം 25, 27, 30 ചോടെയാണ്. അവർ പറയുന്നു നാട്ടുകാർക്ക് തലവേദനയാണ്. ആരാണ് നാട്ടുകാർക്കും പള്ളിക്കും കുടുംബത്തിനും തലവേദനയായത്? ഒരു കാലത്ത് വളർന്നു വന്നപ്പം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാതെ വളർന്ന മക്കളാണ് നാടിന് തലവേദന, നാട്ടുകാർക്ക് തലവേദന, വീടിന് തലവേദന, ഇനി കല്യാണം കഴിച്ചപ്പോൾ ആ ജീവിത പങ്കാളിക്ക് തലവേദന, ആ കുടുംബത്തിന് തലവേദന, എല്ലാവർക്കും തലവേദന. എല്ലാ മാതാപിതാക്കളും വളരെ 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 ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾ കുടുംബ പ്രാർത്ഥനയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ല എന്ന് കണ്ടാൽ, ഓ പിള്ളേരല്ലേ എന്ന് വെക്കരുത്. നാളെ ഒരു 10 വർഷം കഴിയുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു വിഷമമായിരിക്കും. കാരണം ഇപ്പോൾ ദൈവഭക്തി ഇഷ്ടമല്ല, പ്രാർത്ഥന ഇഷ്ടമല്ല, ദേവാലയം ഇഷ്ടമല്ല, ധ്യാനം ഇഷ്ടമല്ല, സ്തുതിപ്പ് ഇഷ്ടമല്ല, അവർക്ക് വേറെ കുറേ കാര്യങ്ങളാണ് പ്രധാനമെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നും വരാനില്ല. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാതെ വളർന്നു വന്നവർ ഇന്ന് പലർക്കും തലവേദനയാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ശരിയാണെങ്കിൽ അത് ഏറ്റെടുക്കുകയും വേണം. തെറ്റാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല, എന്തോ ഒരു തെറ്റ് പറ്റിയോണ്ട് ഈ അച്ഛൻ പറയണതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവർ കുടുംബം തകരും. ബൈബിളിൽ പ്രഭാഷകൻ 27:3. 2 കാര്യം വേണം. ദൈവഭക്തിയിൽ എങ്ങനെയും തട്ടിക്കൂട്ട് വിശ്വാസം വേണമെന്നല്ല, 2 മലയാള വാക്കുകൾ എക്സ്ട്രാ ചേർത്തിരിക്കുക. ദൈവഭക്തിയിൽ എന്തൊക്കെയാണ്? ദൃഢത. ഈ ദൈവഭക്തി ദൃഢത ഉണ്ടായിരുന്നവരാണ് നിങ്ങളെങ്കിലുണ്ടല്ലോ, സ്തുതിപ്പിന് ഇത്രയും ശബ്ദം പോരാ. ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവരാണേ ഉണ്ടല്ലോ, അളവ് കൂടും, അത് ഉറപ്പാ. കാരണം ഇരിക്കുന്നവർ 100 പേരല്ല. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവരുടെ പ്രാർത്ഥന ഇതിനേക്കാൾ കൂടണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ ചിന്തിക്കും ചിലപ്പം ദൈവഭക്തി ദൃഢതയും തീക്ഷ്ണതയും എന്തിനാന്ന്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കാര്യത്തിലും എല്ലാത്തിനും മുന്നിൽ നിൽക്കും. നമ്മുടെ കാര്യത്തിലും ദൈവം ഒരു അനുഗ്രഹം ചെയ്യാൻ ദൈവത്തിന് നല്ല തീക്ഷ്ണത കാണും. ദൈവഭക്തിയിൽ ദൃഢതയും വേണം, തീക്ഷ്ണതയും വേണം. അതിൻ്റെ വേറൊരു പേരാണ് ദൈവഭയം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും എന്തില്ല? ദൈവഭയം ഒന്നുമില്ല. കാര്യം കുറേ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ദൈവഭയം. ദൈവഭയം ഉണ്ടേലുള്ള പ്രത്യേകത എന്നാ? ഒന്ന് ശ്രദ്ധിക്കാമോ? ദൈവഭയം ഉണ്ടേലുള്ള പ്രത്യേകത, ദൈവഭയം ഒരു ദൈവഭക്തന്റെ അടയാളമാണ്. പറയാമോ? ഹല്ലേലൂയ. ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഭക്തന്റെ വിശ്വാസമുള്ള ഒരാളുടെ അടയാളമാണ്. ആ വ്യക്തിക്ക് ദൈവത്തെ ഭയമായിരിക്കും. ദൈവഭയം അത് നല്ല ഭയമാകട്ടെ പറയുന്നത്, നല്ല ഭയം, ദൈവഭയം. ദൈവഭയം, ദൈവഭക്തി, ദൈവവിശ്വാസം. ദൈവഭയമുള്ളവൻ ആരെ പേടിക്കില്ല? ദൈവഭയമുള്ളവൻ ആരെ പേടിയില്ല? ലോകത്തെ ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ മന്ത്രവാദത്തെ ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ കൂടോത്രം ചെയ്യുന്നവനെയും കൂടോത്രക്കാരനെയും കൂടോത്രത്തെയും ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ ആഭിചാരത്തിൽ ഭയപ്പെടില്ല. ദൈവഭയമില്ലാത്തവരോ ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഭയമായിരിക്കും. കാരണം എന്നാ? ദൈവഭയമുള്ളവനെ ഒരു തലമുടിനാരിന് പോലും കേടുവരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ തലയിലെ ഓരോ മുടിയും. നമ്മുടെ തലയിലെ മുടി എണ്ണിയവർ എത്ര പേരുണ്ട്? നിങ്ങൾ വേറെ ആരുടെയും മുടി എണ്ണണ്ട, നിങ്ങളുടെ തന്നെ മുടി രാവിലെ തൊട്ട് എണ്ണി തീർത്തവർ ആകെ 4, 3, 7 ഉള്ളവർ എണ്ണിയിട്ടില്ല. ഓരോ പ്രാവശ്യം ചീകുമ്പോൾ എത്ര എണ്ണം ചീപ്പെ പറ്റി പോകുന്നു അതേപോലും എണ്ണിയിട്ടുണ്ടോ? ചീകിയപ്പോൾ ഒരു 10 ചീപ്പെ പറ്റി പോയി, 10 അല്ല 50 പോയി, നമ്മൾ എണ്ണിയിട്ടില്ല. അത് ചുരുട്ടി അടുപ്പിലിട്ടിട്ടുണ്ട്. സർവശക്തനായ ദൈവം പറയുവാണ്, തലമുടി എണ്ണിയിട്ടുണ്ടെന്ന് ഞാൻ. എൻ്റെ തലയിലെ മുടി ഞാൻ എണ്ണിയിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിലെ മുടി നിങ്ങൾ എണ്ണി. ആകെ എണ്ണാത്തതാണ്, ബാക്കിയെല്ലാം നമ്മൾ എണ്ണും, ഇത് എണ്ണിയല്ല. ദൈവം പറയുകയാണ്, ആരും എണ്ണാത്തത് ദൈവം എണ്ണിയിട്ടുണ്ട്. തലമുടിനാര് പോലും. ഇതിന് പോലും ഒരു കേടുവരാൻ ദൈവഭയം ഉള്ളവനെ ദൈവം അതുപോലെ കെയർ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ദൈവഭയമുള്ളവൻ ഇതിനൊന്നും ഭയപ്പെടില്ല. ക്രിസ്ത്യാനി ഇവിടുത്തെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ വേറെ ഏതോ നാട്ടിലെ കാര്യമൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട, ഇഷ്ടം ഉണ്ടെങ്കിൽ എടുക്കുക, കാര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഒരാൾ പറഞ്ഞു, ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട് അച്ഛാ. ഒരു ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
കൂടോത്രം ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ കൂടോത്രം ചെയ്യാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അത് മാത്രമേ ഇനി പഠിക്കാനുള്ളൂ, ഇതും കൂടെ പഠിക്കണം. ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യാനിയോട് പറയുവാണ്, കണ്ണടച്ചിട്ട് കൂടോത്രം കാണുന്നല്ലോ എന്ന് പറഞ്ഞ് അവന് ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത്. കണ്ണടച്ചിട്ട് കൂടോത്രം കാണുന്നവരെ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരാൾ കണ്ണടച്ചിട്ട് പറയുക, കൂടോത്രം കാണുന്നുണ്ടല്ലോ ചേട്ടാ, ആണോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനക്കാരെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കണ്ണടച്ചാൽ കൂടോത്രക്കാരനെ കാണുന്നവൻ വിശ്വാസിയല്ല. കണ്ണടച്ചാൽ സർവശക്തനായ ദൈവത്തെ കാണുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ആണോ അല്ലയോ? ആണോ? ഒന്നും പ്രതികരിക്കുന്നില്ല. ഹല്ലേലൂയ. ചില ആൾക്കാർ കണ്ണടച്ചാൽ വേറെ കുറെ കാര്യങ്ങൾ കാണും. അതുപോട്ടെ, ഒരാൾ പറഞ്ഞതാണ്, ഇനി കൂടോത്രം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കാനൊരു കാരണമുണ്ട്. ഈ ക്രിസ്ത്യാനിക്ക് ദൈവത്തെക്കാൾ കുറേ പേർക്ക്, എല്ലാ ക്രിസ്ത്യാനികളും ചില കൂടോത്രത്തെ ഭയങ്കര പേടിയാണ്. കൂടോത്രം അങ്ങനെ ഒരു സംഭവം എനിക്ക് മനസ്സിലായപ്പോഴാണ് ഇത് പറയാൻ കാരണം. ഒരു ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത്. 9 നാടൻമുട്ട മേടിച്ചു. എത്ര എണ്ണം? 9. എന്നിട്ട് നാടൻമുട്ട കേട്ടോ, മറ്റേ വെളുത്തല്ല, നാടൻമുട്ട മേടിച്ചു. എന്നിട്ട് 5 കളറുള്ള റബ്ബർ ബാൻഡും മേടിച്ചു. പഴയ കുടയുടെ കുടക്കമ്പിയും മേടിച്ചു. കുടക്കമ്പി അവിടെ ഉണ്ടായിരുന്നു. കുറേ അടക്കയുടെ പകുതി, ഇതെല്ലാം കൂടെ എടുത്ത് ഒരു 3-4 കളറുള്ള സ്കെച്ച് പെന്നും കൂടെ മേടിക്കണം. സ്കെച്ച് പെൻ വില കുറവാണ്. അത് മേടിച്ചിട്ട് ആ മുട്ടയുടെ പുറത്ത് നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, കൊങ്ങിണി ഒന്നും എഴുതരുത്. നിങ്ങൾക്കറിയാത്ത ചൈനീസ് ഭാഷയൊക്കെ എഴുതിയാൽ കുഴപ്പമില്ല. എഴുതിയിട്ട് ഏത് സ്ഥലമാണോ വിറ്റ് പോകേണ്ടത് അവിടെ കൊണ്ടുപോയി രാത്രിക്ക് എപ്പോഴേലും വെച്ചേക്കുക. ആ വീട്ടുകാർ അത് എപ്പോഴേലും കാണുമ്പോൾ ആദ്യം പറയുന്നത് എന്നാന്നിരിക്കുന്നറിയോ? എടീ, കൂടോത്രവാടി നമ്മുടെ വീട്ടിൽ, നമ്മൾ തകരാനുള്ള കാരണം, നശിക്കാനുള്ള കാരണം ഇതാന്ന് പറഞ്ഞ് സ്ഥലം വിൽക്കാനും ഇനി അടുത്ത ശ്രമമാണ്, നമുക്ക് ഇവിടുന്ന് വിറ്റ് പോകണം മനുഷ്യ, ഇവിടുന്ന് വിറ്റ് പോകാം. പണ്ടേക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അതാണ് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലാണ്. അവർ ധ്യാനം കൂടിയവരൊക്കെയാണ്, കാര്യം പ്രാർത്ഥനയുള്ളവരൊക്കെ ഉള്ളവരാണ്. അവിടുത്തെ ചേട്ടൻ പറമ്പിൽ തെങ്ങിന് തടവെടുക്കാൻ പോയ സമയത്ത്, തെങ്ങിന് തടവെടുക്കുകയാണ്, മുറ്റത്തിൻ്റെ താഴെയുള്ള ഒരു തെങ്ങ്. തടവെടുക്കുമ്പം പുള്ളിയുടെ തൂമ്പയിൽ ഒരു കാർബോർഡിൻ്റെ പെട്ടി തൂമ്പയിൽ ഇങ്ങനെ ഉടക്കി. പെട്ടെന്ന് അയാൾ തൂമ്പ വളരെ ഇവിടെ വച്ചിട്ട് ഇത് അഴിച്ചു നോക്കിയപ്പം കൂടോത്രമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ സാധനങ്ങൾ അതിനകത്തുണ്ട്. മുട്ട ഏതാണ്ടൊക്കെ എഴുതിയിരിക്കുന്നു, കുറേ കുടക്കമ്പി, അടക്കയുടെ പകുതി, വെറ്റയില, ഉണങ്ങിയ തുളസിയില എല്ലാം കൂടി ഇരിക്കുന്നു. അയാൾക്ക് അന്നേരം മനസ്സിലായി ഞങ്ങളുടെ തകർച്ചയ്ക്ക് ആരോ ചെയ്തതായതെന്ന്. അയാളുടെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചു. അയാൾ അന്നേരം അത് എടുത്തുകൊണ്ട് ഭാര്യ പോലും അറിയാതെ പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി പാത്തു വെച്ചു. എന്തായിരിക്കും പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ട് വെക്കാനുള്ള കാരണം? അയാളോട് വേറൊരാൾ പറഞ്ഞു, എടാ, കൂടോത്രം വീടിന് ഏക്കുള്ളൂ, പഞ്ചായത്തിന് ഏക്കിയായിരുന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണം, കൂടോത്രം പ്രൈവറ്റ് കാര്യങ്ങൾക്ക് ഏക്കുള്ളൂ, ഗവൺമെൻറ് കാര്യങ്ങൾക്ക് ഏക്കിയല്ല. പഞ്ചായത്തിന് ഏക്കിയല്ല, കളക്ടർ ഓഫീസിന് ഏക്കിയല്ല, KSRTCക്ക് ഏക്കിയല്ല, പ്രൈവറ്റിനല്ല ഇത് കൊള്ളും. ഇയാൾ കൊണ്ടുപോയി പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുവച്ചു. അന്ന് തൊട്ട് ഈ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇയാൾ 8 മണിയാകുമ്പോഴേ കിടന്ന് ഉറങ്ങുന്നവനാണ്. നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. 10 മണിയാകുമ്പോഴേ നന്നായിട്ട് ഉറങ്ങും. ഭാര്യ ശ്രദ്ധിച്ചു. പിന്നീട് ഇയാൾ ഉറക്കമില്ല. 11 മണിയാകുമ്പോൾ ഏകദേശം എഴുന്നേക്കും, ഒരു കുപ്പി വെള്ളം കുടിക്കും. 12 ഉറക്കമില്ല, തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനുഷ്യ? എന്തെങ്കിലും വേദനയുണ്ടോ? നമുക്ക് അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകണം, ആശുപത്രി പോകണം, ചെക്കപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ എന്തോ കാര്യം കൊണ്ട് പറയാത്തതാണ്. ഭാര്യ പുറകെ നടന്ന് ശല്യം ചെയ്ത് അവസാനം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി, എനിക്ക് ഹാർട്ടിന് ഒരു പ്രശ്നമില്ല, പ്രശ്നം ഇതാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് കൂടോത്രം കിട്ടി, ഞാനത് പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി വച്ചിരിക്കുകയാണ്. എടി, നമ്മൾ തകരാൻ വേണ്ടി ആരോ ചെയ്തതാ, ഇവിടുന്ന് വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല, ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം തകർന്നു പോകും. ഉടനെ ഭാര്യ ഒരു ഐഡിയ ഇട്ടു, ഒന്നും പേടിക്കേണ്ട മനുഷ്യ, നാളെ ആ കൂടോത്രം നമ്മളെടുത്ത് രാവിലത്തെ കുർബാനയ്ക്ക് പോയിട്ട് വികാരിയച്ഛന് കൊടുത്തേക്കാന്ന്. വികാരിയച്ഛനാണ് ഭാര്യ മക്കളൊന്നും ഇല്ലാത്ത ആളാണ്, മേലെ ആകാശം താഴെ ഭൂമി, നോ പ്രോബ്ലം, പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. അവർക്ക് ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കും, അച്ഛന് കൊടുത്തേക്കാം, എല്ലാം വേണ്ടാത്ത അച്ഛന് കൊടുത്തേക്കാം. അങ്ങനെ അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ നന്നായിട്ട് കിടന്നുറങ്ങി. ഇവർ ഞാൻ അവിടുത്തെ ധ്യാനമൊക്കെ കൂടിയവരാണ്. അന്നൊന്നും ഈ പ്രസംഗമൊന്നും ഞാൻ പറയാറില്ലായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഇവർ ഈ ഒരു കാര്യത്തോടെ എഴുന്നേറ്റ്, ഇത് കൂടോത്രം, ഇവർക്ക് ഓട്ടോറിക്ഷ ഉണ്ട് ഇവർക്ക് സ്വന്തമായിട്ട്. ഈ ഓട്ടോറിക്ഷ വെച്ച് രാവിലെ എടവപ്പള്ളി പോകാൻ എഴുന്നേറ്റപ്പോൾ ഈ ഭാര്യയ്ക്കൊരു ബോധോദയം. ഭാര്യ പറയുകയാണ്, നമുക്ക് പള്ളിയിൽ പോകണ്ട, നമ്മൾ ധ്യാനത്തിന് പോയ അവിടെ ഒരു അച്ഛനെ വിളിച്ച്, അച്ഛനുണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുത്താലോ.
അതാരാണ്? ഞാനാണ്. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ പല പ്രാവശ്യം ഫോണിൽ സൈലൻ്റ് ആയിരുന്നു, ഫോണിങ്ങനെ വരുന്നു. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഞാൻ എല്ലാവർക്കും ആപത്തോ അപകടമോ വന്നിട്ട് വിളിക്കുവാണോ എന്നറിഞ്ഞ് ഫോൺ എടുത്തപ്പോൾ അവർ പറഞ്ഞു, മാത്യുച്ച ഞങ്ങൾ അവിടെയാണ്, ഇങ്ങനെയാണ്, ഈ സ്ഥലത്താണ്, ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഒരു കൂടോത്രം ചെയ്ത് ഞങ്ങൾ തകരാൻ വേണ്ടി ആരോ ചെയ്തതാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം അത് അച്ഛന് തരണം എന്നുള്ളതാണ്. അച്ഛനാണെങ്കിൽ പറഞ്ഞൊന്നുമില്ലല്ലോ. എനിക്ക് അന്നേരം പെട്ടെന്നൊരു ആവേശത്തിന് ഞാൻ ഒരു ത്രില്ലടിച്ച് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുപോരേ എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി നാളായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കൂടോത്രം എന്നാണെന്ന് അറിയണം, ഇതെന്തൊക്കെ സാധനങ്ങളാണ് ഈ കൂടോത്രം, ഇതിനകത്ത് എന്നാ പരിപാടി എന്നൊന്ന് അറിയണം. ഇത് കേട്ടപാടെ ഞാൻ ആവേശത്തിന് പറയുകയും ചെയ്തു, കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ എനിക്കൊരു ചെറിയ പേടി, ഇയാളിത് കൊണ്ടുവരുമോ ദൈവമേ, എന്നാ ചെയ്യുമെന്ന് എനിക്ക് ഒരു പേടി. കുർബാന കഴിഞ്ഞ് ഉടനെ ഞാൻ വന്ന് ഫോൺ നോക്കിയപ്പോൾ ഇയാൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു, എവിടെയാത് ചോദിച്ചപ്പോൾ പറയാണ്, ഞങ്ങളിപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ എത്തിയിരിക്കുകയാണ്, 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും, അച്ഛൻ എവിടെയും പോകരുത്. അപ്പം തൊട്ട് എനിക്കൊരു പേടി, ദൈവമേ ഇതിപ്പോൾ എന്നാ ചെയ്യും, എനിക്കൊരു ടെൻഷൻ. ഇയാൾ ഈ പറഞ്ഞ നേരം കൊണ്ട് കൂടോത്രമായിട്ട് വന്നു. ഇയാൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി, ചേട്ടൻ്റെ കയ്യിലാണ് ഈ കൂടിനകത്താണ്, ഒരു 50 പൈസ ആ കൂടിനകത്താണ് ഇതുള്ളത്. വന്ന പാടെ ഞാനവിടെ കാണുകയാണ്, ഇയാൾ നേരെ എൻ്റെ കയ്യിലേക്ക് തരുവാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കൈ തരണ്ട, ഞാൻ കൈ പുറകെ കിട്ടി, നിങ്ങൾ അവിടെ വെച്ചോളാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, കൂടോത്രം ചാടി കൈകൊണ്ട് തുടരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ കൈ പുറകെ കിട്ടി നിന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾക്ക് ഇത് എത്രയും വേഗം ഇത് എൻ്റെ കൈ തരണം, അയാൾ ഫ്രീ ആവണം, എന്നിട്ട് അന്നാമ്പളമൊക്കെ തളിച്ച് അയാളെ വിടുതൽ കൊടുത്ത് വിടണം, അതാണ് അയാളുടെ ലക്ഷ്യം. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇത് എനിക്ക് വല്ലോ പണി കിട്ടുമോ എന്ന് ചിന്തിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടൻ തന്നെ പള്ളിക്കകത്ത് ഇവിടെ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ബുദ്ധിപൂർവ്വം നിന്നു. അപ്പം ഞാൻ ഇതെന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു 75 വയസ്സ് കഴിഞ്ഞ വയസ്സായ ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ആ അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നു. ഞാൻ ഈ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. ചേട്ടാ, ഇവിടെ വേറൊരു അച്ഛനുണ്ട്, പുള്ളി മന്ത്രവാദം, കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ എക്സ്പേർട്ടാണ്. അദ്ദേഹം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും, പിശാചിനെ പിടിക്കുന്ന ഒരു അച്ഛനാണെന്ന് പറയണമെന്ന് ഞാൻ വെച്ച്. കാരണം എൻ്റെ മനസ്സിലിരിപ്പ് വേറെയാണ്. ഇനി കൂടോത്രം ഏറ്റാൽ തന്നെ എനിക്കൊന്നും പറ്റരുത്, 75 വയസ്സായ അച്ഛന് പറ്റിയാൽ ഇനിയൊന്നും പോകാനില്ല, കിട്ടുവാണെങ്കിൽ ആ അച്ഛന് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. എനിക്ക് വരരുത്, അങ്ങോട്ട് പോയിക്കോട്ടെ ഞാൻ ചിന്തിച്ചു. ഞാൻ തന്ത്രപൂർവ്വം ഈ അച്ഛൻ്റെ അടുത്ത് ചെയ്തിട്ട് ചോദിച്ചു, അച്ഛോ ഒരു കൂടോത്രമായിട്ടൊരാൾ വന്നിട്ടുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അച്ഛൻ എടുത്ത പോലെ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഐഡിയ വളരെ രക്ഷപ്പെട്ടു, എൻ്റെ ഐഡിയ വിജയിച്ചു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ആ അച്ഛൻ ചെയ്തോളും, ഇന്ന് തന്നേക്കാൻ പറഞ്ഞു. ഞാനത് മേടിച്ച് കൈ പിടിച്ച് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇനി പൊക്കോ, ഞങ്ങളതൊരു കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം ഈ ചേട്ടൻ പറയാണ്, ഇതെന്ത് ചെയ്യുന്നു എന്നറിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന്. ഇത് വലിയ കൊടുക്കുമോ? ഞാൻ പറഞ്ഞു, ചേട്ടൻ പൊക്കോ, ഇത് എൻ്റെ കയ്യിലേ ഇരിക്കുന്നത്, ഇനി ഞാൻ ആ ഇനി എൻ്റെ നിങ്ങൾ ധൈര്യപൂർവ്വം പള്ളി പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ ചേട്ടൻ എന്ത് ചെയ്താലും ഇതെന്ത് ചെയ്തു എന്നറിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പം ഞാനിത് കൂടുമായിട്ട് താഴോട്ട് ചെന്ന് ഞങ്ങളവിടെ ചെന്ന് കാൽപ്പെരുമാറ്റം, കാലിൻ്റെ ഒച്ച കേട്ടപ്പോഴേ അച്ഛൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് അടുക്കളയിലേക്ക് വന്നു. അവൾ ഇറങ്ങി വരുന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയിലേക്ക് വന്നപ്പം ഞാൻ ഈ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ അതോടൊരു മേശയെ വെച്ചു, കൂടെടുത്ത് ചുരുട്ടി ഒരു ബാസ്ക്കറ്റ് ബോട്ടിൽ ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി കാർബോർഡിൻ്റെ പെട്ടി അത് അഴിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഇതിനകത്തേക്ക് എന്നാക്കെയാന്ന്. അന്നേരം ഞാൻ നോക്കിയപ്പോൾ അടക്കയുടെ ഒരു പകുതി ഇരിപ്പുണ്ട്, കുറേ ഉണങ്ങിയ തുളസിയില, വെറ്റയില, മുറുക്കുന്ന വെറ്റയില, ഏതാണ്ടൊക്കെയോ എഴുതിയിട്ട് കുറേ റബ്ബർ ബാൻഡ്, അതിൻ്റെ മുകളിൽ ഏതാണ്ടോ കമ്പി കഷ്ണങ്ങൾ, എന്തൊക്കെയോ പരിപാടിയുണ്ട്. അച്ഛൻ ഇതെല്ലാം വളരെ നിഷ്പ്രയാസം എടുത്തിട്ട് ബാസ്ക്കറ്റ് കൊട്ടയിലിട്ടിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, പച്ചമുളകുണ്ടോ എന്ന് ചോദിച്ചു. പച്ചമുളകോ? ഞാൻ ചിന്തിച്ചു, കൂടോത്രവും പച്ചമുളകും തമ്മിൽ ഇപ്പം എന്താ ബന്ധം? ഞാൻ പറഞ്ഞു, നോക്കട്ടച്ചോ. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പച്ചമുളക്. ഞാൻ 2 എണ്ണം എടുത്തു. ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്നോട് പറഞ്ഞു, ചെറുതായിട്ട് അരിഞ്ഞോളാൻ. അപ്പോൾ ഇയാളിത് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്, ഒന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് ഈ മുട്ട അതിനകത്ത് ഒറ്റ പൊട്ടിന് ഇടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉള്ളി ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു, ഉള്ളി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ആംബ്ലേറ്റ് അടിക്കാനുള്ളൊരു പരിപാടിയിലേക്ക് പോവാണ്. എന്നോട് സ്നേഹമുള്ള ഈ ചേട്ടൻ എന്നോട് ആ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, ചെയ്യരുതെന്ന്. പുള്ളി 75 വയസ്സുണ്ട്, ഇനി നോക്കാനൊന്നുമില്ല, പോട്ടെ, അച്ഛൻ ചെറുതാണ് നോക്ക്, ആ അർത്ഥത്തിലാണ് പുള്ളി പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സവോളയുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞോളാം, ആ ദോശക്കല്ല് വെക്കാൻ പറഞ്ഞു. ദോശക്കല്ല് വെച്ച് ആംബ്ലേറ്റ് അടിക്കാനുള്ള പരിപാടിയിൽ എണ്ണയൊക്കെ തൂത്ത് ഈ ചേട്ടൻ മുഖമെല്ലാം അങ്ങോട്ട് വല്ലാണ്ടായി. കാരണം അയാൾ ഉദ്ദേശിച്ച പോലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. എനിക്കും എന്തോ ഒരു വിഷമമായിപ്പോയി.
ഞാൻ വിചാരിച്ച അച്ഛനൊരു ബന്ധന പ്രാർത്ഥനയൊക്കെ ചൊല്ലി അന്നാമ്പളമൊക്കെ തളിച്ച് ഇയാൾ സന്തോഷത്തിൽ വിടും, എനിക്കിത് കണ്ട് ഇതൊക്കെ എന്തൊക്കെയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നും ഒരു പ്രാർത്ഥനയും ചെല്ലിയില്ല. ആംബ്ലേറ്റ് അടിച്ച് ഈ ഗ്ലാസ്സിനകത്ത് ഇളക്കിയിട്ട് ഇതേ ദോശക്കല്ലയിലിട്ടു, ചട്ടുകം കൊണ്ടൊന്ന് മറച്ചു വിട്ടു. ഈ ചട്ടുകം കൊണ്ട് ഈ ആംബ്ലേറ്റ് 4 പീസാക്കി. എത്ര പീസ്? 4 പീസ്. അത് ഏകദേശം ഒന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ചട്ടുകത്തോടൊപ്പം ഈ അച്ഛൻ ഈ കൂടോത്രവുമായി വന്ന ചേട്ടനെ കൊണ്ട് നീട്ടി. ആ ചേട്ടൻ അന്നേരം 2 കൈയും കൂപ്പി പിടിച്ച് ഏകദേശം ഈ രീതിയിൽ അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ. അയാൾ മേടിച്ചില്ല. അതേ പീസ് എനിക്ക് തന്നു. എനിക്ക് വേണ്ടെന്ന് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ മേടിച്ചു. ആ ചേട്ടനെ കണ്ണിറുക്കി കാണിച്ചു, കഴിക്കരുതെന്ന്. പക്ഷെ എന്നോടൊരാൾ പറഞ്ഞു, കൂടോത്രം ചെയ്ത മുട്ടയെ ആംബ്ലേറ്റ് അടിക്കുന്ന ചവയ്ക്കാതെ ഇറക്കിയാൽ കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറക്കി, കടല തിന്നുമല്ല, ഇങ്ങനെ ഇറക്കി, ചവച്ചില്ല. ബാക്കി മുഴുവൻ ഭാഗവും ഈ പറഞ്ഞ അച്ഛൻ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞ് ജനലിൽ അങ്ങോട്ട് നോക്കി ശാപ്പിട്ടു മുഴുവൻ. ഈ ചേട്ടൻ പോയി കുറച്ച് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇപ്പം എവിടെയാ? ഞാൻ പറഞ്ഞു, എവിടെയുണ്ട്? വളരെ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു. അടുത്തിട്ട് പറഞ്ഞു, അച്ഛാ, ആ ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനാ പുസ്തകത്തിൽ 21-ാമത്തെ പേജിൽ 2 പേജിൽ കിടക്കുന്ന ബന്ധന പ്രാർത്ഥന അച്ഛൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ചേട്ടൻ എന്നെ ധ്യാനിപ്പിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അയാൾ പറഞ്ഞു, അന്നാമ്പളം എടുത്ത് അച്ഛൻ തന്നെ ഇതേ ഇങ്ങനെ തെളിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ പറഞ്ഞു, അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, വണ്ടി മറിയും, രോഗം വരും, പ്രശ്നം ഗുരുതരമാകും, സ്നേഹമുള്ളതുകൊണ്ട് പറയുവാന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞെല്ലാം കൂടെ എനിക്കും ആകെ ടെൻഷനായി. ഇതിപ്പോൾ ആ കുളമായിപ്പോയി, ഇതാകെ തിന്നുകയും ചെയ്തു, ഇതിപ്പോൾ എന്തോ പ്രശ്നമാകും. ഇയാൾ എന്നെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. എങ്ങനെയുണ്ട് അച്ഛോ, വല്ല കുഴപ്പമുണ്ടോ? ശ്രദ്ധിക്കണം, വണ്ടി എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഓടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. അവസാനം ഞാൻ പറഞ്ഞു, ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ചേട്ടൻ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി വിളിക്കരുത്, ഇങ്ങനത്തെ കാര്യത്തിൽ വിളിക്കരുത്, ഞാൻ അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഓക്കെയാന്ന് പറഞ്ഞു. ഒരു ദിവസം സമയം ഒത്തു കിട്ടിയപ്പോൾ ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ കൂടോത്രമായി വന്ന ഈ കൂടോത്രം ചെയ്തൊരു സാധനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊരു സാധനമേ, അതൊരു പ്രാർത്ഥന ചൊല്ലിയില്ല, അതിലൊരു വ്യഞ്ചരിച്ചില്ല, അതൊന്നൊന്ന് പ്രാർത്ഥിച്ചൊന്നും നമുക്കതിൻ്റെ വല്ല ദോഷം ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഉള്ളിൽ വിശ്വാസമുള്ള അച്ഛൻ പറയുകയാണ്, അതെന്നെ വളരെ ഇഷ്ടപ്പെടുത്തി, വിശ്വാസമുള്ളവനെ ഇതൊന്നും തൊടിയല്ലെന്ന് പറഞ്ഞു. വിശ്വാസമുള്ളവനെ, അതിൻ്റെ അർത്ഥം എന്നാ? ദൈവഭയമുള്ളവനെ ഒരു കൂടോത്രത്തിനും മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗത്തിനും തൊടാൻ പോലും പറ്റില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.